ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് പറ്റുന്ന വെച്ചാൽ അതിൽ ആശയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ വ്യക്തിവിരോധത്തിനായിരിക്കും പ്രാധാന്യം. അപ്പോൾ ബി ജെ പിയിൽ മോദി മാത്രമല്ല നേതാക്കൾ, വേറെയും നൂറുകണക്കിന് പ്രഗത്ഭര നേതാക്കളുണ്ട്. പക്ഷേ മോദിയെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് മോദിയെ ആക്രമിച്ച് പിന്നെ ഏത് വിധേനയും അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കി, പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി എന്ത് ചെയ്യുക, ഭരണത്തിലേക്ക് വരിക എന്നുള്ള ഒരു സംഭവം. അതായത് ജനം വോട്ട് ചെയ്താലും ജയിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി അപമാനിച്ച് നാറ്റിച്ച് ഈ പറഞ്ഞ പോലെ പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടായി എന്തെങ്കിലും ഇദ്ദേഹത്തെ മാറ്റിക്കോട്ടെ, അത് നടക്കുന്നില്ല. അപ്പോൾ ഏറ്റവും പുതിയ പരിപാടിയാണ് തട്ടിക്കളയും എന്നുള്ള ഭീഷണി. ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, രാഹുൽ ഗാന്ധിക്ക് വിവരമില്ല, അതുകൊണ്ട് അയാൾ ഇതൊക്കെ പറയും. പക്ഷെ അതിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ടല്ലോ, ഈ വിവരം വിദ്യാഭ്യാസമുള്ള നേതാക്കൾ, അവർ ചിന്തിക്കണം. ഇതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ. അതാണ് ഈ കോൺഗ്രസിനുള്ളിൽ നേതൃത്വത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പെട്ടി പിടിക്കുന്നവർ മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മറ്റു പാർട്ടികളിൽ ചേക്കേറി കഴിഞ്ഞു. അത്രയല്ല, പെട്ടി മാത്രമല്ല, വേറെ പലതും പിടിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ അതിനകത്ത് ഈ എന്താണ് ഈ കോട്ടറിയുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ സ്തുതിപാഠകന്മാരുടെ ഇടയിൽ നമ്മൾ നിൽക്കുന്നത്. ഇവർ സ്തുതിപാഠനം ചെയ്ത് ഇദ്ദേഹത്തെ വഴിതെറ്റിച്ച് കോൺഗ്രസ് പാർട്ടി ഈ ഗതികേടിലെത്തിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.